പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ചിറപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞിട്ട് ചിറപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞിട്ട് ചിറപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞിട്ടോടെ ചിസമിലെ സുന്ദരവാതിലെ ഒന്നാമതിപ്പോ ഭയങ്കര പിന്നെ കുട്ടികളുടെ പ്രത്യേകിച്ച് ജൻസികളുടെ ഒക്കെ ഒരു ഇതാണ് ഹനാൻ. ഞാൻ എൻ്റെ മോനൊക്കെ പറയും ഹനാനെ നമ്മൾ കാണുന്നിടത്ത് അതൊന്നും അല്ലാത്തൊരു പിന്നെ ഘടകം എന്താ വെച്ചാൽ ഹനാൻസിൻ്റെ ഉമ്മയും ഹനാൻസിൻ്റെ വാപ്പയും ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മൾ ആളുകൾക്ക് ഒരു ഇഷ്ടമുള്ള. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു സാധനം അതാണ്, സംഗീതത്തിന് ഉപരിയായിട്ട് അതെന്ന് വെച്ചാൽ അതല്ലാന്നല്ല പറയുന്നത്, പക്ഷെ അതിനെ ആളുകളിലേക്ക് ടച്ച് ആക്കണത് മനസ്സിലായില്ലേ, ആളുകളിലേക്ക് ഇതിനെ ഇറങ്ങുന്നത് ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് വാപ്പ ഉമ്മ പിന്നെ ഉപ്പാന്റെ ചില വിഷണറീസ് ഭയങ്കര രസമാണ് ചില കാര്യങ്ങളിൽ അങ്ങനെയുള്ള. ഇതിനെക്കാട്ടിലും വിദ്യാഭ്യാസത്തിന് ഇതിനെക്കാട്ടിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യനാണ്. അതെ 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 അതെ. പിന്നെ ടീച്ചറും കൂടെ ആയതുകൊണ്ട് ഇപ്പൊ എപ്പോഴും ആ ഒരു ആസ്പെക്റ്റിലെല്ലാം എല്ലാം പറയാം. അതിലല്ല റിലീജിയസ് മതം പറയുന്നത് എൻ്റെ ഉപ്പയുടെ മതത്തിന്റെ കാഴ്ചപ്പാടുകളിലെ ഒക്കെ ഒരു സൗന്ദര്യമുണ്ട്. മക്കൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് അത് ഉപയോഗിക്കുന്ന കുറച്ച് വാല്യൂസും കാര്യങ്ങളും ഞാനിപ്പോ എങ്ങനെയാണെങ്കിലും ഇപ്പൊ ഈ സെലിബ്രേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള സെലിബ്രിറ്റി ആണ്, അതെങ്ങനെ ബാധിക്കല്ല അങ്ങനെ വേറെ നിനക്ക് എങ്ങനെ ഞാൻ വന്ന സമയത്തുള്ള പോലെ തന്നെ എപ്പോഴും പോണത് എല്ലാം ഒരേപോലെ. അതിനകത്ത് ഇവനെ കണ്ടതിലാണ് എനിക്ക് തോന്നിയ രസതാണ് ആളുകൾ കൂടുന്നതൊക്കെ അത് അതിനങ്ങനെ അഭിരമിക്കാതിരിക്കുക എന്നുള്ള സാധനം സംസാരങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാം. എനിക്ക് ടച്ചായൊരു കാര്യമുണ്ട്, ദുബൈയിലൊരു പ്രോഗ്രാമുണ്ട്, ആ പ്രോഗ്രാമിൽ അബ്ബാസിൽ ഇതങ്ങളുണ്ട്. ഹനാൻഷ വരുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികളുടെ ഒരു ഭയങ്കര ആരവുണ്ടല്ലോ, പക്ഷേ ഹനാൻഷ എങ്ങനെ തങ്ങളെങ്ങനെ മുമ്പിലേക്ക് പുഷ് ചെയ്ത് അതിന്റെ ബാക്കിൽ നടക്കാൻ ശ്രമിക്കുന്നുള്ളൂ. അത് എൻജോയ് ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു മനസ്സിനകത്തൊരു സന്തോഷം തോന്നുന്നൊരു കാര്യം നമുക്കെപ്പോഴും അങ്ങനെ. കഴിഞ്ഞ വർഷം എപ്പോ ഇനോഗ്രേഷന് പോകാൻ എപ്പോഴും ഒരാളുണ്ടാവും എന്റെ കൂടെ, ഏതെങ്കിലും തങ്ങന്മാർ ഒരാളുണ്ടാവും. ഏറ്റവും നല്ല ബന്ധമാണ് എല്ലാവരും എപ്പോഴും ഒരാളെപ്പോഴും ഉണ്ടാവുമല്ലോ ഒരു കാരണത്തിന്, എപ്പോഴും ഉണ്ടാവലുണ്ട്. ശരിക്കും വേറെ ഒരു കാര്യം ഈ നോൺ പൊളിറ്റിക്കൽ ആവുക എന്ന് പറയുന്ന സാധനം നമ്മുടെ സംഗീതത്തിന് അങ്ങനെ ഇല്ലല്ലോ, ജാതി മതം ഒന്നും ശരിക്കില്ല, കാരണം അത് ആസ്വദിക്കുന്നവരുടെ ഒരു കൂട്ടാണത്. പക്ഷേ സമൂഹത്തിന് പറ്റ ശരിയില്ലാതെ പോകുമ്പോൾ ഡ്രഗ്സ് പോലത്തെ ആ രാഷ്ട്രീയം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ വരുമ്പോഴൊക്കെ അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു തോന്നൽ ഉണ്ടാവാറില്ല. യൂത്തിനോട് നമുക്ക് എപ്പോഴും പറയണ വെച്ചാൽ, കാരണം നമ്മളെ കണ്ടന്റ്സ് കണ്ടിട്ട് യൂത്ത് എല്ലാവരും ചെറിയ കുട്ടികളെല്ലാം കാണുന്നതാണ്. അപ്പോൾ മാക്സിമം ഡ്രഗ്സ് ഫ്രീ സൊസൈറ്റി ആയിട്ട് മുന്നോട്ട് പോകാന്നുള്ളത് തന്നെയാണ് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഒരു മോട്ടീവ്. ഇപ്പൊ ഞങ്ങളെ ഫ്രണ്ട് സർക്കിളിലുള്ള പോലെയാണെങ്കിലും എന്തിലുള്ളവരാണ് നമ്മള് ക്യാമറന്റെ മുന്നിലും പിന്നിലും ഒരേപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഞങ്ങൾക്കില്ല. അപ്പം സമൂഹത്തിനോട് നമ്മൾ കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ സമൂഹത്തിനോട് വലിയത് പറയാനുള്ള ആളൊന്നുമില്ല, പക്ഷെ എന്നാലും കുട്ടികളോട് പറയാനുള്ള എന്താ വെച്ചാൽ ഇതിലൊന്നും ഇൻഫ്ലുവൻസ്ഡ് ആവാണ്ടിരിക്കുക, ഈ ഒരു ഡ്രഗ്സിന്റെ ലോകത്തും അല്ലെങ്കിൽ വേറെയുള്ള ലഹരികളിലും ചെന്നപ്പെടാണ്ടിരിക്കുക, മാക്സിമം സ്വന്തമായിട്ടൊരു കരിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ അത് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് എനിക്ക് പറയുന്നത്. നിങ്ങളും സപ്പോർട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും സ്കില്ലുകളും കാര്യങ്ങളും. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ അറിയണ ഒരു കാര്യമുണ്ട്, ഇവർക്കൊക്കെ ജസ്മലിനൊക്കെ നമ്മളെ അറിയാം ഒരു പൊളിറ്റിക്സിൽ. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ പദ്ധതികളിലൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ പദ്ധതി എന്തായിരുന്നു അറിയാം, അതൊക്കെ ചിലപ്പോൾ ഇഷ്ടമാവും. അമ്മക്കുരുമ്പ എന്നായിരുന്നു എൻ്റെ പദ്ധതി, അമ്മക്കുരുമ്പ. അങ്ങനെ തന്നെ സ്കൂളുകളിൽ നിന്ന് കുട്ടികളോട് അധ്യാപകർ ചോദിക്കും മാസത്തിലൊരിക്കലൊക്കെ, ഇന്ന് ഉമ്മനെ കിസ് ചെയ്തിട്ട് വന്ന എത്ര ആളുകൾ. ആദ്യം 2 ആളായി 3 ആളായി, പിന്നെ അതൊരു കൾച്ചറായിട്ട് കുട്ടികളുടെ ഇടയിൽ മാറ്റിയെടുക്കുക. അപ്പൊ അങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ളത് മുംബൈയില് ഞാൻ തുടക്കവും പറഞ്ഞ പോലെ അതുപോലെയാണ് ഞാൻ പറയണെന്ന് വെച്ചാൽ ഇവിടെയും. എന്നാലും നമ്മള് പറഞ്ഞു ഇവിടെ കുട്ടികൾക്ക് സ്റ്റേഡിയം കൊണ്ടുപോകും, കുട്ടികളെ പിന്നെ ക്ലബ്ബുകൾ ഉണ്ടാക്കിയിട്ട് അവരെ തന്നെ ലേലത്തിൽ എടുക്കാവുന്ന തരത്തിലേക്ക് കൊണ്ടുപോകും. ലഹരി എല്ലാവരിലും ഉണ്ട്, അതിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നൊരു സാധനമുണ്ട്. അപ്പൊ നമ്മൾ ഈ കുട്ടികളുടെ ലഹരി എന്ന് പറഞ്ഞ സാധനത്തിനെ കളയാൻ കഴിയില്ല, അതിനെ കൺസ്ട്രക്റ്റീവായിട്ടും പാട്ടുകളിലേക്ക് പോവാ. നമ്മളിപ്പോ അതിനെ എന്റർടൈൻ ചെയ്യുന്നുണ്ടല്ലോ പാട്ടുകളെ,
ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലഹരികൾ പലതരത്തിലാണ്. അപ്പൊ അത് ഇപ്പൊ ആർട്സിന്റെ മേഖലകളിലേക്കോ സ്പോർട്സിന്റെ മേഖലയിലേക്കോ ഡൈവേർട്ട് ചെയ്ത് പോവുക, അതില് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തിട്ട് കൊണ്ടുവരാ എന്നുള്ളത് തന്നെയാണ് നമുക്ക് യൂത്തിനോട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയുന്നത്. നമ്മളൊക്കെ ചെയ്തത് അത് തന്നെയാണ്. പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ അതെഴുതി പഠനമില്ല എന്നല്ല, പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കാലത്ത് പഠനത്തിന്റെ ഒപ്പം തന്നെ നമ്മള് അതേപോലെ തന്നെ ഒരു 50% 50-50 ആയിട്ട് കൊണ്ടുപോകുന്നതാണ് അവരുടെ സ്കില്ലുകൾ. ഇപ്പൊ സ്പോർട്സ് ആണെങ്കിലും ഒരുപാട് താരങ്ങൾ വളർന്നു വരുന്ന നാടാണ് നമ്മളെ നാട്. ഇപ്പം ഫുട്ബോളേഴ്സിൽ നോക്കുകയാണെങ്കിൽ ആഷിക ഒക്കെ മലപ്പുറംകാരനെയാണ്, പിന്നെ അനസ്ക ഒക്കെ നമ്മള് നോക്കി കാണുന്ന ആൾക്കാരാണ്, നമ്മളെ സുഹൃത്തുക്കളാണ്. അപ്പം ഇത്രയും താരങ്ങൾ ഇന്ത്യൻ ടീമിന് വേണ്ടി ബൂട്ട് കെട്ടുന്ന താരങ്ങൾ തന്നെ ഉള്ള നാട്ടിലാണ് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത്. അപ്പം ഇവരൊക്കെ വന്ന സ്ഥിതിക്ക്, അതായത് അന്നത്തെ കാലത്ത് ഇവർക്കൊന്നും വേദികൾ കുറവാണ്, ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, വളർന്നു വരാനുള്ള സാഹചര്യം കുറവാണ്, പരിശീലന സമയങ്ങൾ എല്ലാം കുറവാണ്. ഇത്രയും റിസ്ക് ഉള്ള സാഹചര്യങ്ങൾ ഇവരൊക്കെ ആ ഒരു പൊസിഷനിൽ എത്തി. അപ്പൊ ഇന്ന് സൗകര്യങ്ങൾ കൂടുതലാണ്. സൗകര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഉണ്ട്, ഉണ്ടാക്കി എടുക്കാനുള്ള സംഭവം എല്ലാവരുടെ അടുത്തും ഉണ്ട്. അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ യൂത്തും ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു ചാൻസും കാര്യങ്ങളും എന്തായാലും ഉണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ സ്പോർട്സ്മാൻമാരും വളർന്നു വരാനുള്ള സാഹചര്യമുള്ള നാട്ടിലാണ് നമ്മളെല്ലാവരും പോകുന്നത്. അങ്ങനെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു നാട് വരട്ടെ. കാരണം എന്നാല് നമുക്ക് ചിറാപ്പുഞ്ചി രസമാണ് പാടണ രണ്ടുപേര് ഒരു രണ്ടുപേര് അതല്ലോ പാടിയില്ലെങ്കിൽ പോകേണ്ട ദൂരൊരാണോ കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞിട്ട്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞിട്ട്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞിട്ട്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞിട്ട്. അങ്ങനെ ഈ സംഗീതത്തിന്റെ സൗന്ദര്യം ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാകട്ടെ. പാപ്പനോടും ഉമ്മനോടും പ്രത്യേകിച്ച് പറയും, ഞാൻ ഇതായിട്ട് പറയട്ടാ, എൻ്റെ സൗന്ദര്യത്തിന്റെ പിറകില്, സംഗീതത്തിന്റെ പിറകില്, ആ സൗന്ദര്യത്തിന്റെയും പിറകില് പാപ്പി ഉമ്മയുടെ ഒരു 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 അനുഗ്രഹമുണ്ട്. താങ്ക് യു. സത്യം എപ്പോഴും ബ്ലെസ്സിംഗ് ആയിട്ട് കരുതുന്ന കാര്യമാണ്. എല്ലാവിധ ആശംസകളും. സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. വെരി മച്ച്. എന്നെ കാണുന്നുണ്ട്. സെറ്റ് ആയിട്ട് ഒന്നുകൂടി വരണം. ഞാൻ